ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് സാക്ഷാൽ മഹാത്മാഗാന്ധി കടന്നു വന്നതിൻ്റെ 100ാം വാർഷികമാണ് 2025. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മറ്റേതെങ്കിലും ഒരു സംഘടനയ്ക്കോ അങ്ങനെ ഒരു അഭിമാനം ഈ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എടാ സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആഴത്തിൽ വേരോടിക്കാൻ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി ഈ രാജ്യത്ത് നിലവിൽ വന്ന ഭരണഘടന, അത് RSSഉം അനുബന്ധ പ്രസ്ഥാനങ്ങളും എത്രത്തോളം അതിനെ അവമതിക്കാൻ ശ്രമിച്ചാലും, എത്രത്തോളം അത് പൊളിച്ചെടുക്കാൻ ശ്രമിച്ചാലും, ഈ സമീപകാലത്ത് അവർക്ക് ലഭിച്ച അധികാരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഭരണഘടന സമ്പൂർണ്ണമായി പൊളിച്ചെഴുതാൻ ശ്രമിക്കുമ്പോഴും ആ ഭരണഘടന ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായിട്ടില്ല, അതാവാൻ അനുവദിക്കുകയില്ല. അതാവാതിരിക്കാനുള്ള നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ആ ഭരണഘടനയും അത് മുന്നോട്ട് വയ്ക്കുന്ന ബഹുസ്വര ദേശീയത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുമാണ്. അതിനകത്ത് എനിക്ക് ഒന്നുകൂടി ചേർക്കാനുണ്ട്. അത് വിട്ടുപോയതാകാം. എന്തായാലും ഭരണഘടനയൊക്കെയാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. ഭരണഘടനയെ മരവിപ്പിച്ചുകൊണ്ട്, മൗലികാവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട്, പത്രമാരണ നിയമം നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവനും ഒരു ജയിലാക്കി മാറ്റിയ അടിയന്തരാവസ്ഥയുടെ അടിയാണിത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. കോൺഗ്രസ് പാർട്ടി ഭരണഘടനയുടെ മഹത്വത്തെപ്പറ്റി പറയുന്നതിൻ്റെ അകത്ത് ഒരു ചരിത്രപരമായ കാവ്യനീതി കൂടിയുണ്ട്. ഒരു നൂറ്റാണ്ടാണ്. ആ 100 വർഷം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അത്ര ചെറിയ കാലമൊന്നുമല്ല. ഈ 100 വർഷത്തിനെ പരിശോധിക്കുമ്പോൾ ഈ 100 വർഷം മുമ്പ് കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു, RSS എവിടെ നിൽക്കുന്നു? പിന്നെ നാണക്കെടുത്തുകയാണ്. 1971 വരെ, 70കൾ വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്നു 70കൾ വരെ. ഇന്ന് അവരെവിടെ നിൽക്കുന്നു? അതായത് രാഷ്ട്രീയ അധികാരം നേടി എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന ഘട്ടമാണ്. അതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ശരി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഇന്ന് സാധാരണ മനുഷ്യർ പോലും BJP റിജക്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പോലും നമ്മൾ കണ്ടു. അപ്പൊ സംവിധാനത്തെ തൊട്ടാൽ, ഭരണഘടനയെ തൊട്ടാൽ അപകടമാണ് എന്നൊരു തിരിച്ചറിവ് നമ്മൾ ഇതിനെ സമകാലികമാക്കിയാൽ ഇപ്പോൾ അങ്ങേക്ക് ഇവിടെ ഇരുന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം, 2019 ഇലക്ഷനിൽ BJPക്കും സഖ്യകക്ഷികൾക്കും കൂടെ എത്ര വലിയ ഹ്യൂജ് മെജോറിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടന മാറ്റാനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഭയപ്പാടിന് സ്ഥാനമുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ചെയ്യാമായിരുന്നു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നും ചെയ്യില്ല. അതെന്ന് പറഞ്ഞല്ലോ, ഈ എതിർക്കാൻ വേണ്ടിയുള്ള എതിർപ്പുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ മുകളിലൊരു നറേറ്റീവ് സൃഷ്ടിച്ച് സമൂഹത്തിലൊരു ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത്, ആ പ്രചരണത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നീ കുറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു കാര്യമില്ല. ഞാൻ അതല്ല പറഞ്ഞു, ഏറ്റവും രസം ഇവിടെ ഭരണഘടനയെ ഏറ്റവും അധികം തവണ മലിനീകരിച്ചത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര തവണ, അതായത് 67 മുതൽ 77 വരെ എത്ര സർക്കാരുകളെയാണ് ഇന്ദിരാഗാന്ധി പിരിച്ചുവിട്ടിട്ടുള്ളത്? ഭരണഘടനയുടെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്. അതിലെ ഏറ്റവും വലിയ രക്തസാക്ഷി, ആദ്യത്തെ രക്തസാക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരളത്തിലെ EMS സർക്കാരാണ്. ശരി, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു, അല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു ചരിത്രം കൂടെ ഞാൻ ഓർമ്മിക്കുകയാണ്. 57 EMS സർക്കാരിനെ പിരിച്ചുവിട്ടപ്പോൾ അതിനെതിരെ ശബ്ദിച്ച 2 പേരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറക്കരുത്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊരാളുടെ പേര് മാധവ സദാശിവ ഗോൾവൽക്കർ എന്നും മറ്റൊരാളുടെ പേര് വിനായക ദാമോദര സവർക്കർ എന്നുമായിരുന്നു. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ. ഹിന്ദു എന്ന് പറയുന്ന വാക്കിനെ പോലും ഇവരുടെ പല ആചാര്യന്മാരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. വി ഓർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ പുസ്തകം. ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഹിന്ദു എന്ന സങ്കല്പം അങ്ങീ പറഞ്ഞതല്ല, അല്ലെങ്കിൽ പിന്നെ ഗോൾവാൾക്കറെ തള്ളി പറയണം. 35-36 സമയത്താണ് അദ്ദേഹം ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്.
37-36 അതിനുശേഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം എന്തായാലും അതിനുശേഷമാണ് ഗോൾവൽക്കർ RSSുമായിട്ട് ബന്ധപ്പെടുന്നതും RSSലേക്ക് വരുന്നതും. അതും കയ്യിൽ നിന്ന് പോയി. RSS അദ്ദേഹത്തിൻ്റെ ഈ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്നുള്ള പുസ്തകത്തിനെ RSS അംഗീകരിച്ചിട്ടില്ല. ഇതെന്ത് പണ്ടാരാണ് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നുവിടുന്ന പാട്. എല്ലാ വീക്ഷണങ്ങളും എല്ലാ കാഴ്ചപ്പാടുകളും RSSന്റെ അല്ല. അദ്ദേഹം RSSലേക്ക് വരുന്നതിന് മുമ്പുള്ള കാഴ്ചപ്പാടാണത്. ഒരു രക്ഷയില്ല മുതലാളി, അവൻ അമ്പിനും ബില്ലിനും എടുക്കുന്നില്ല. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? ഒരു ചർച്ചയിൽ RSS വരാത്തതുകൊണ്ടായിരിക്കും. എനിക്കറിയില്ല. അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇതുകൊണ്ടായിരിക്കും ഈ ചോദ്യത്തിന് നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ വരാത്തത്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലത്തെ ആളുകൾ അറിയാത്ത പുള്ള ചൊറിയും പറയും. RSS വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വളരെ നിശബ്ദമായിട്ടാണ് RSS നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നിങ്ങളതിനെ നിഗൂഢമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഇപ്പം RSS ബക്കറ്റും എടുത്ത് പിരിവ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൈസ കളക്ഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ രീതി അതാണ്, സിസ്റ്റം അതാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട. ഇതിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കമ്മീഷൻസ് ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് രൂപം കൊണ്ട വിവിധ ജുഡീഷ്യൽ കമ്മീഷനുകൾ ഭഗൽപൂർ, ഭീവണ്ടി അടക്കമുള്ള കലാപക്കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയ സംഘടന കൂടിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് എന്തിനാണ് RSSനെ നിരോധിച്ചത്? അടിയന്തരാവസ്ഥയിൽ RSSനെ നിരോധിച്ചത് എന്തിനാണ്? പല സംഘടനകളെ നിരോധിച്ചു. ഇപ്പം മഹാത്മാഗാന്ധി വധത്തിന് ശേഷം RSSനെ നിരോധിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ മഹാത്മാഗാന്ധി വധത്തിൽ നേരിട്ട് പങ്കുള്ള സംഘടനയാണ് ഹിന്ദു മഹാസഭ. ഈ പ്രതികളെല്ലാം ഹിന്ദു മഹാസഭ മെമ്പേഴ്സായിരുന്നു. ആ ഹിന്ദു മഹാസഭയെ നിരോധിച്ചോ? കയ്യിന്ന് പോയടാ ചാർലി. അതുമാത്രമല്ല, അന്ന് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന ആളിനെ ഈ മഹാത്മാഗാന്ധി വധം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ NC ചാറ്റർജിയെ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചു ജവഹർലാൽ നെഹ്റു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ ചാറ്റർജി 52-ലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിൽ വന്നു. ഗാന്ധിവധം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ ആരുടെയെങ്കിലും പുരികെ മനങ്ങിയോ? ആരെങ്കിലും മിണ്ടിയോ? ഈ പ്രതികളുടെ, ഈ ക്രൂരകൃത്യം ചെയ്ത പ്രതികളുടെ പരമോന്നത നേതാവ് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ആ മനുഷ്യൻ പാർലമെന്റിൽ എത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. 71-ൽ ആ മനുഷ്യന് വയ്യാതായി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ മകനായതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയവുമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായത്. ആ പേരെല്ലാവർക്കും അറിയാം. അദ്ദേഹം പിന്നീട് പ്രഗത്ഭനായ പാർലമെന്റേറിയനായി. ഒരു ഫിംഗർ ടച്ചിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ഈ ഗാന്ധിവധത്തിലെ പ്രതികളുടെ പരമാചാര്യനെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ തലപ്പത്തേക്ക് നെഹ്റു എന്തിനു നിയോഗിച്ചു? ചാറ്റർജി ആരാണെന്ന് ഹിന്ദു മഹാസഭ നേതാവായിരുന്നു. ഗാന്ധിവധത്തെ തുടർന്ന് അദ്ദേഹം ഹിന്ദു മഹാസഭയിൽ നിന്ന് രാജിവെച്ചു. ഇവിടുത്തെ പ്രശ്നം അതല്ല. നിരോധിക്കപ്പെട്ടോ? ഹിന്ദു മഹാസഭയെ എന്തുകൊണ്ട് നിരോധിച്ചില്ല? ഈ ഹിന്ദു മഹാസഭയുടെ നേതാവിനെ എന്തിന് ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ തലപ്പത്തേക്ക് നിയോഗിച്ചു? അത് ബൽറാം പറയേണ്ട കാര്യമാണ്. എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളാണ്. അത് തന്നെയാണ് നിങ്ങളുടെയും പ്രശ്നം. ഏതെങ്കിലും ജുഡീഷ്യൽ കമ്മീഷൻ RSSനെ കുറ്റപ്പെടുത്തി. എന്തിനാണ് പിന്നെ RSSന്റെ നിരോധനം പിൻവലിച്ചത്? എന്തുകൊണ്ടാണ്? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പട്ടേൽ കറസ്പോണ്ടൻസ് പറഞ്ഞ പുസ്തകം സർദാർ പട്ടേലിന്റെ കത്തുകളുടെ സമാഹാരമാണ്. അവൈലബിൾ ആണ്, അത് ലഭ്യമാണ്. ഞാൻ അതിപ്പോ മുഴുവൻ പറയാൻ നിന്നാൽ നമ്മുടെ ഡിബേറ്റ് മുഴുവൻ നിബന്ധനയോടെയാണ് നിരോധനം പിൻവലിച്ചത്. പക്ഷേ 48-ൽ ഈ രാജ്യത്തിനൊരു ഭരണഘടനയില്ല. ഈ രാജ്യത്തിന് 48-ൽ ഒരു ഭരണഘടനയില്ല. അന്ന് ഇവിടുത്തെ പല സംഘടനകൾക്കും കാര്യം എങ്ങനെയാണ് ഭരണഘടന അല്ലെങ്കിൽ പ്രവർത്തന പദ്ധതികളെ പറ്റി കൃത്യമായ നിയമങ്ങളില്ല. ഭരണഘടന വേണോ? ഭരണഘടനയാക്കാം. എന്നിട്ടാണ് ഈ നിബന്ധനകൾ അംഗീകരിച്ചപ്പോഴത്തേക്ക് പട്ടേലും നെഹ്റുവും ഒക്കെ ഗാന്ധിയെ കൊന്ന RSSനോടങ്ങ് ക്ഷമിച്ചോ? അതുകൊണ്ടാണോ നിരോധനം പിൻവലിച്ചത്? ക്ഷമിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളോ? ശ്രീ ബൽറാം ഇത്രയും കാലം ഭരിച്ചല്ലോ, എന്തിന് RSSന്റെ നിരോധനം പിൻവലിച്ചു? ശരി, അദ്ദേഹം മറുപടി പറയും. ഇതൊക്കെ അദ്ദേഹം മറുപടി പറയേണ്ട വിഷയങ്ങളാണ്.
അല്ല, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചേർന്നാണ് RSSന് മറുപടി പറയേണ്ടത്. ഞാൻ നിൽക്കില്ല. അഭിലാഷ് പറഞ്ഞതിലെ ഒരു കാര്യം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന് ഈ ചെറിപ്പിക്ക് ചെയ്ത് നമ്മൾ ചില ഇൻസിഡൻസ് മാത്രം എടുത്ത് അതിനെ ആസ്പദമാക്കി ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ലാർജർ പിക്ചർ പലപ്പോഴും മിസ്സായി പോകും. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യമില്ലേ? ഇതാ നിങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ കുഴപ്പം. എന്തിനും പറഞ്ഞ റൂട്ട് മാറ്റിവിടും. നമ്മുടെ റൂട്ടിലേക്ക് അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വലിയൊരു സമവായത്തിൻ്റെ ഒരു മൂവ്മെൻറ്റാണ്. അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ മുഴുവൻ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തുമ്പോഴും പരമാവധി എങ്ങനെയാണ് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു വലിയൊരു പരിശ്രമമാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതിന് ഒരു 75 വർഷം ഇപ്പുറം നിന്നുകൊണ്ട് ഏതെങ്കിലും ചില ഇൻസിഡൻസ് എടുത്തുകൊണ്ട് നിങ്ങൾ അന്നത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നത് അതിലൊരു അപാകത ഉണ്ട്. കോൺഗ്രസ് ഗവൺമെന്റ് മാത്രമായിട്ടല്ല അത് രൂപീകരിച്ചത്, അതൊരു സർവകക്ഷി ഗവൺമെന്റ് ആയിരുന്നു. കോൺഗ്രസ് വിരോധികളും കോൺഗ്രസിന്റെ നിശ്ചിത വിമർശകരുമാണ്. പക്ഷെ ഒരു സമവായത്തിന്റെ അന്തരീക്ഷമാണ് അന്ന് നമ്മൾ പരിശ്രമിച്ചത്. എന്നിട്ട് ഒരു സമവായം പലതും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ചിലത് കണ്ടില്ല എന്നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അന്നത്തെ കാലത്തെ ഒരു വലിയ ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ആശയമായ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിൻ്റെ സ്രഷ്ടാവുമായിട്ടുള്ള VD സവർക്കറാണ് ഇന്ന് ഇവരുടെ ഏറ്റവും വലിയ ഐഡിയലോഗ്. അവരുടെ ഓഫീസിലിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഫോട്ടോ നമ്മൾ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഗാന്ധിയുടെ ഗാന്ധിയുടെയോ മറ്റാരുടെയോ ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. VD സവർക്കറുടെ ഫോട്ടോ ആണ്. അപ്പോൾ ഈ VD സവർക്കറിന്റെ ആശയത്തെ ഇന്നും ആരാണ് പങ്കുപറ്റുന്നത്? അത് BJP ആണ്. ഗാന്ധിയുടെ BJPയുടെ യഥാർത്ഥത്തിൽ BJPയുടെ തൊട്ട് മുമ്പത്തെ രൂപമായ ജനസംഘം ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തെ ആ നിലയിൽ പരസ്യമായിട്ട് ഉദ്ഘോഷിച്ചിരുന്നില്ല. ഗാന്ധിയുടെ ഓഫീസ് ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ, ഞാൻ എതിർപ്പാക്കില്ലേ എന്നാ പവർ